സദ്ഗുരുവേ ശരണം. ഞങ്ങൾ അരുവിപ്പുറത്തേക്ക് തിരിച്ചു. അരുവിപ്പുറം മഠം ഉള്ളിലേക്ക് നടന്നു. ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത് പഴക്കം ചെന്നൊരു പ്ലാവാണ്. പ്ലാവിന് ഒരു ആൽത്തറയും വേലിയും ഒക്കെ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. ഈ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ SMDP യോഗം രൂപീകരിച്ചതും ആദ്യ യോഗം നടന്നത്. അടുത്തതായി കാണുന്നത് കേരള ചരിത്രത്തിലെ നവോത്ഥാന വിപ്ലവത്തിന് തുടക്കം കുറിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ക്ഷേത്ര പ്രതിഷ്ഠ, അരുവിപ്പുറം ശിവക്ഷേത്രം. അതിനടുത്തു തന്നെ ഒരു ഗുരുമന്ദിരവും ഉണ്ട്. അടുത്തതായി ഞങ്ങൾ പോയത് ശങ്കരൻകുഴി എന്ന കടവിലേക്കാണ്. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാധിയോ ശരണാദ്വയഭാഷ്യകാരണ ഗുരുവോ ഈ അനുകമ്പയാൻ. ശിവപ്രതിഷ്ഠയ്ക്കുള്ള ശിവലിംഗം ശ്രീനാരായണ ഗുരു മുങ്ങി എടുത്തത് ഈ പുഴയിലെ ഈ കടവിൽ നിന്നാണ്. അരുവിയുടെ കരയിലൂടെ അല്പദൂർ നടന്നു. ആ അരുവിയിൽ ഒന്ന് കാൽ നനയ്ക്കാനും ഒരു ശ്രമം നടത്തി ഞാൻ. നരരൂപമെടുത്തു ഭൂമിയിൽ ജിനേഷിന് അവിടെ നിന്ന് മടങ്ങാൻ ഒരു മടി. കുറച്ചു നേരം കൂടി അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു ചിലതൊക്കെ കാണാൻ. സമയം 1 മണി കഴിഞ്ഞിരിക്കുന്നു. വിശപ്പും ശരീരത്തളർച്ചയും കാരണം ഞങ്ങൾ അരുവിപ്പുറത്തോട് യാത്ര പറഞ്ഞു മടക്കയാത്ര ആരംഭിച്ചു. പൊരുളോർത്താൻ അഖിലാഗമത്തിനും